ഇനി നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനിലോട്ട് പോകാം, ഡി എൻ എയുടെ മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. അപ്പം ഡി എൻ എ ആണ് ഒരു ലൈഫിനെ കോഡ് ചെയ്യുന്നത്, ഡി എൻ എ ആണ്. അപ്പം ഡി എൻ എ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവല്യൂഷൻ ഓഫ് സ്പീഷീസ്. സ്പീഷീസിൻ്റെ എവല്യൂഷൻ, ചേഞ്ച് വരുന്നത് ഡി എൻ എയിലുണ്ടാകുന്ന ചേഞ്ചുകളിലാണ്. Through the process of genetic recombination, segments of different chromosomes swap places with each other, creating new sequences of genetic material. അപ്പോൾ ഒരു ഡി എൻ എയിൽ ഉള്ള ഒരു ഡി എൻ എ ചിലപ്പോൾ 2ആയിട്ടോ 3ആയിട്ടോ ഫ്രാഗ്മെൻ്റ് ചെയ്തിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. സ്ട്രാൻഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഡി എൻ എ എന്ന് പറയുന്നത് എന്തുവാണ് ശരിക്കും? സീക്വൻസിങ് ആണ് അല്ലേ? പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. പലതരം കോമ്പിനേഷൻ ഓഫ് ബേസസ്. ഒരെണ്ണത്തിൽ എ ജി എന്നാണ് വരുന്നതെങ്കിൽ വേറൊരെണ്ണത്തിൽ ജി സി എന്നാണ് വരുന്നത്. അതുപോലെ പല ഡിഫറെൻറ്റ് കോമ്പിനേഷനുകളിൽ വരുന്നതാണ് ഡി എൻ എ. അപ്പോൾ ഈ കോമ്പിനേഷൻസിൻ്റെ സീക്വൻസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ ആ ജീൻ തന്നെ മാറും. അപ്പോൾ ജെനറ്റിക് ആ കോഡ് തന്നെ മാറുകയാണ്. കോഡ് മാറുമ്പോൾ പുതിയ സീക്വൻസ് ഉണ്ടാവുന്നു. ഈ സീക്വൻസ് പുതിയ സ്പീഷീസിലേക്ക് നയിക്കുന്നു. The new sequences might produce new proteins, some of which are beneficial to the organism. അപ്പോൾ പുതിയ സീക്വൻസ് ഉണ്ടാകുമ്പോൾ അത് പുതിയ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. ആ പ്രോട്ടീൻ നല്ലതാവാം ചീത്തയാവാം. അപ്പോൾ ഇങ്ങനെ റീകോമ്പിനേഷൻ നടന്ന് എന്ത് പറ്റും? ഓരോ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാലക്രമേണ മാറാൻ തുടങ്ങും. ഈ ഡി എൻ എ ഫ്രാഗ്മെൻ്റ് ചെയ്ത് ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ സ്ട്രാൻഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കോഡുകൾ ഉണ്ടാവുന്നു. ആ പുതിയ കോഡുകൾ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്നു. ഇനി ഇങ്ങനെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് മാറാൻ വേണ്ടി മാത്രമല്ല റീകോമ്പിനേഷൻ നടക്കുന്നത്. ഒരു ഡി എൻ എക്ക് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യാനും ഈ റീകോമ്പിനേഷൻ പ്രോസസ്സ് വരുന്നു. അപ്പോൾ വാട്ട് ഈസ് റീകോമ്പിനേഷൻ? റീകോമ്പിനേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സെഗ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രോമസോംസ് സ്വാപ്പ് പ്ലേസസ് വിത്ത് ഈച്ച് അതർ. ഒരു ക്രോമസോമിൻ്റെ പല ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് തമ്മിൽ പ്ലേസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആൻ ആബറേഷൻ. ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്ന റീകോമ്പിനേഷൻ പോലെ ഒരു എന്താ പറയുക, കരുതിക്കൂട്ടിയുള്ള ഒരു ചേഞ്ച് ഒന്നുമല്ല. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അബറേഷനാണ്. അറിയാതെ അല്ലെങ്കിൽ മാൽ ഫങ്ഷൻ വഴി ബേസ് പെയറിങ് സ്പെസിഫിസിറ്റി ഇല്ലാതെ വരികയാണ്. സപ്പോസ് നമുക്കറിയാം അഡനിൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമിൻ. സപ്പോസ് അഡനിൻ ഹാപ്പൻസ് ടു പെയർ വിത്ത് സൈറ്റോസിൻ, എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് എ മാൽ ഫങ്ഷൻ. ആ ഡി എൻ എക്ക് ഒരു മാൽ ഫങ്ഷനാണ്. ഇതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ബേസ് പെയറിങ് നടക്കേണ്ടത് ഒരു രീതിയിലാണ്, അതിന് പകരം വേറൊരു രീതിയിൽ ബേസ് പെയറിങ് നടക്കുമ്പോൾ അത് ഡിസൈറബിൾ അല്ല, അൺഡിസൈറബിൾ ചേഞ്ച് ആണ്. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ occurs when base pairing occurs without specificity. അപ്പോൾ ഇത് എല്ലാം മ്യൂട്ടേഷൻ ആണെങ്കിലും റീകോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ നടക്കുന്നത് ഡി എൻ എയിലാണ്. ഡി എൻ എ സീക്വൻസിലാണ് മ്യൂട്ടേഷനും റീകോമ്പിനേഷനും ഒക്കെ നടക്കുന്നത്. റീകോമ്പിനേഷൻ എവല്യൂഷന് സഹായിക്കുന്നു. മ്യൂട്ടേഷൻ ഒരു ആബറേഷൻ, ഒരു എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷനാണ് മ്യൂട്ടേഷൻ റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 ഫങ്ഷൻസ് കണ്ടു. ആദ്യത്തേത് എൻകോഡിങ് ജെനറ്റിക് ഇൻഫർമേഷൻ, രണ്ടാമത്തേത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് റെപ്ലിക്കേഷനാണ്. മൂന്നാമതാണ് മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. ഇനി നാലാമത്തേത് ജീൻ എക്സ്പ്രഷൻ. ഓക്കെ, വാട്ട് ഈസ് ജീൻ എക്സ്പ്രഷൻ? The process by which the information encoded in a gene is used to direct the assembly of a protein molecule. അപ്പോൾ നമുക്കറിയാം ഡി എൻ എയിൽ പ്രോട്ടീൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. ആ ഇൻഫർമേഷൻ പ്രോട്ടീനിലേക്ക്
പ്രോട്ടീൻ സിന്തസിസിലേക്ക് വരണം. ആ പ്രോസസ്സിനെയാണ്, സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ പ്രോട്ടീൻ സിന്തസിസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 സ്റ്റെപ്പാണുള്ളത്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. Transcription is the process by which the genetic information for protein synthesis stored in DNA is copied to an RNA molecule. നമുക്കറിയാം ഡി എൻ എ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പം ന്യൂക്ലിയസിലല്ല പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് സെല്ലിൻ്റെ റൈബോസോം എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പം ന്യൂക്ലിയസിലുള്ള ഈ ജനറ്റിക് ഇൻഫർമേഷനെ റൈബോസോമിലേക്ക് എത്തിക്കണം. അപ്പോൾ റൈബോസോമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഡി എൻ എയെ ഒരു RNA മോളിക്യൂളായിട്ട് കോപ്പി ചെയ്യണം, അല്ലേ? ഡി എൻ എ 2 സ്ട്രാൻഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് കിട്ടിയാൽ മതി, മറ്റേ സ്ട്രാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഡി എൻ എയുടെ ഇൻഫർമേഷൻ ഒരു RNA മോളിക്യൂളിലോട്ട് കോപ്പി ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുക? ന്യൂക്ലിയസിലുള്ള ഒരു സെല്ല്, നമുക്കറിയാലോ സെല്ലിന് ന്യൂക്ലിയസും ഉണ്ട് സൈറ്റോപ്ലാസും ഉണ്ട്. ന്യൂക്ലിയസിലാണ് ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്രോമസോംസ് ഉള്ളത്. ഇനി സൈറ്റോപ്ലാസത്തിലാണ് റൈബോസോംസും ബാക്കി പിന്നെ സെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. റൈബോസോമിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നിടത്തോട്ട് ഈ ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി what is translation? The process by which RNA directs protein synthesis. DNA അതിൻ്റെ ഇൻഫർമേഷൻ RNAയിലേക്ക് കൊടുത്തു. ഈ RNA ഇത് റൈബോസോമിൽ കൊണ്ടുപോയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തുവാണ്. അത് പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പം ഇത് രണ്ടും, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും രണ്ടും കൂടെ ചേരുന്നതിനെയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ ഒരു പ്രോട്ടീൻ മോളിക്യൂളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് RNAയിലോട്ട് വരാം. നമ്മൾ ബയോളജിക്കൽ റോൾ ഓഫ് ഡി എൻ എ കണ്ടു. ഡി എൻ എയിൽ നമ്മൾ പറഞ്ഞു 4 ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് എൻകോഡിംഗ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, രണ്ടാമത്തത് റെപ്ലിക്കേഷൻ, മൂന്നാമത്തത് മ്യൂട്ടേഷൻ ആൻഡ് റീകോമ്പിനേഷൻ, നാലാമത്തത് ജീൻ എക്സ്പ്രഷൻ. ഇനി ഇതൊക്കെ ഡി എൻ എ ചെയ്യുമെങ്കിൽ RNAക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ട്. RNAയുടെ മെയിൻ റോൾ ഈസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. വേറെയും റോളുകളുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. മെയിൻ റോൾ ഈസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൽ RNA അസിസ്റ്റ് ചെയ്യുന്നത് ഈസ് ബിക്കോസ് ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 ഡിഫറെൻറ്റ് ഫോംസ്. 3 തരത്തിൽ RNA എക്സിസ്റ്റ് ചെയ്യും. വാട്ട് ഈസ് RNA? റൈബോന്യൂക്ലിക് ആസിഡ്. റൈബോന്യൂക്ലിക് ആസിഡ് 3 തരത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മെസ്സഞ്ചർ RNA ഓർ mRNA, റൈബോസോമൽ RNA ഓർ rRNA ആൻഡ് ട്രാൻസ്ഫർ RNA ഓർ tRNA. ഇങ്ങനെ 3 തരം RNAകളുണ്ട്. വാട്ട് ഈസ് മെസ്സഞ്ചർ RNA? Messenger RNA carries genetic codes from the DNA in the nucleus to ribosomes, the sites of protein translation in the cytoplasm. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ DNA ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് എവിടെയായിരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. ആ ന്യൂക്ലിയസിലുള്ള ഡി എൻ എയിലെ ഇൻഫർമേഷൻ സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമിൽ എത്തിയാലേ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുള്ളൂ. ഇത് ചെയ്യുന്നത് മെസ്സഞ്ചർ RNA ആണ്. ഇൻഫർമേഷൻ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കുന്നത് മെസ്സഞ്ചർ RNA ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് റൈബോസോമൽ RNA? മെസ്സഞ്ചർ RNA ഈ ഇൻഫർമേഷൻ കൊണ്ടുവരികയുള്ളൂ. ആ കൊണ്ടുവന്ന ഇൻഫർമേഷനെ ആദ്യം റൈബോസോമിലുള്ള RNA റീഡ് ചെയ്യണം. എന്നിട്ട് പ്രോട്ടീൻ സിന്തസിസിന് ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? കോഡിംഗ് ആണ്, അല്ലേ? അമിനോ ആസിഡ് കോഡുകൾ കിട്ടണം. ആ അമിനോ ആസിഡ് കോഡുകൾ അനുസരിച്ച് അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യണം. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. പ്രോട്ടീൻ്റെ സീക്വൻസിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് ചെയ്യുന്ന RNA ആണ് റൈബോസോമൽ RNA or rRNA. Ribosomal RNA reads the code carried by the mRNA and provide the site for protein synthesis in the cytoplasm. Okay. ഇനി മൂന്നാമതൊരു RNA എന്താണ്? ട്രാൻസ്ഫർ RNA. അപ്പം നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സിൻ്റെ
അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ നമുക്കറിയാം, അമിനോ ആസിഡ് എന്ന് പറയുന്നത് തന്നെ 3 ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ഈ 3 ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന അമിനോ ആസിഡുകളെ എടുത്ത് ജോയിൻ ചെയ്യണം, എന്നാലേ പ്രോട്ടീൻ ആവുള്ളൂ. ഈ പ്രോസസ്സ് ചെയ്യുന്ന RNAക്കാണ് ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. Transfer RNA transfers amino acid to the site of protein synthesis in the protoplasm. അപ്പോൾ റൈബോസോമൽ RNAക്ക് വേണ്ടുന്ന അമിനോ ആസിഡുകൾ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ട്രാൻസ്ഫർ RNA ചെയ്യുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് RNA ഉണ്ട്: മെസ്സഞ്ചർ RNA, റൈബോസോമൽ RNA ആൻഡ് ട്രാൻസ്ഫർ RNA.